ഇനി നമുക്ക് മറ്റൊരു ക്രിപ്റ്റോ സിസ്റ്റം പരിചയപ്പെടാം. പെർമ്യൂട്ടേഷൻ്റെ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ക്രിപ്റ്റോ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറാണ്. അതെന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇവിടെയും പ്ലെയിൻ ടെക്സ്റ്റുകളുടെ സെറ്റും സൈഫർ ടെക്സ്റ്റുകളുടെ സെറ്റുമായിട്ട് ചൂസ് ചെയ്യുന്നത് Z26 തന്നെയാണ്. ഷിഫ്റ്റ് സൈഫറിൽ കീ സ്പേസും Z26 ആയിരുന്നു. ഇവിടെ കീ സ്പേസ് Z26 മെമ്പേഴ്സിൻ്റെ പോസിബിൾ ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻസ് ആണ്. പെർമ്യൂട്ടേഷൻസിനെ പറ്റി നിങ്ങൾ ഓൾജിബ്രയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. പെർമ്യൂട്ടേഷനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ലെറ്റ് എക്സ് ഈക്വൽ ടു സെറ്റ് ABCD 4 എലിമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റ് എക്സിലെ ഒരു പെർമ്യൂട്ടേഷൻ എക്സിൽ നിന്നും എക്സിലേക്ക് തന്നെയുള്ള ഒരു 1-to-1 മാപ്പിംഗ് ആണ്. അത്തരത്തിലൊരു എക്സാമ്പിൾ നോക്കാം. A maps to B, B maps to C, C maps to D and D maps to A. ഇത് ഈ 4 സിമ്പിൾസിൻ്റെ ഒരു പെർമ്യൂട്ടേഷനാണ്. ഈ ഒരു മാപ്പിങ്ങിനെ σ1 എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ സിംബോളിക്കലി ഈ പെർമ്യൂട്ടേഷനെ ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് σ1 ഓഫ് A ഈക്വൽ ടു B, σ1 ഓഫ് B ഈക്വൽ ടു C, σ1 ഓഫ് C ഈക്വൽ ടു D ആൻഡ് σ1 ഓഫ് D ഈക്വൽ ടു A. അതുപോലെ ഈ 4 സിമ്പിൾസിൻ്റെ മറ്റൊരു പെർമ്യൂട്ടേഷനാണ് A maps to C, B maps to B, C maps to D ആൻഡ് D maps to A. ഇതിനെ σ2 എന്ന് ഡിനോട്ട് ചെയ്താൽ സിംബോളിക്കലി ഈ മാപ്പിങ്ങിനെ ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ എയുടെ ഇമേജ് C, അതായത് σ2 ഓഫ് A ഈക്വൽ ടു C, σ2 ഓഫ് B ഈക്വൽ ടു B, σ2 ഓഫ് C ഈക്വൽ ടു D ആൻഡ് σ2 ഓഫ് D ഈക്വൽ ടു A. Another permutation, A maps to A, B maps to C, C maps to B and D maps to D. മറ്റൊരു പെർമ്യൂട്ടേഷൻ A maps to A, B maps to B, C maps to C and D maps to D. ഇതാണ് ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ. ഇതുപോലെ നമുക്ക് 4 ഫാക്ടോറിയൽ, അതായത് 24 ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻസ് ഈ സിമ്പിൾസ് യൂസ് ചെയ്തുണ്ടാക്കുവാൻ സാധിക്കും. 26 ലെറ്റേഴ്സുള്ള 2 or 3 പെർമ്യൂട്ടേഷൻസ് പറയുന്നത് ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് നമ്മൾ 4 സിമ്പിൾസിലേക്ക് ചുരുക്കിയത്. ജനറലായിട്ട് പറയുമ്പോൾ n സിമ്പിൾസുള്ള സെറ്റിൽ പോസിബിൾ ആയിട്ടുള്ള നമ്പർ ഓഫ് ഡിഫറെൻറ്റ് പെർമ്യൂട്ടേഷൻസ് n ഫാക്ടോറിയൽ ആണ്. Z26ൽ 26 ലെറ്റേഴ്സ് ഉള്ളതുകൊണ്ട് അവിടെ പോസിബിൾ ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് 26 ഫാക്ടോറിയൽ ആണ്. അത് വളരെ വലിയൊരു നമ്പറാണ്. 4 × 10⁻26 ലാർജ് ആയിട്ടുള്ളൊരു നമ്പറാണത്. സോ ഇവിടെ കീ സ്പേസ് ലാർജ് ആയിരിക്കും. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ ഡിഫൈൻ ചെയ്യാം. Z26ലെ സിമ്പിൾസിൻ്റെ ഏതെങ്കിലും ഒരു പെർമ്യൂട്ടേഷനാണ് പൈ എന്ന് വിചാരിക്കുക. ദെൻ കീ സ്പേസിലൊരു മെമ്പർ ആയിരിക്കും ഈ പൈ. ഡിഫൈൻ ഇ പൈ ഓഫ് എക്സ് ഈക്വൽ ടു പൈ ഓഫ് എക്സ് ആൻഡ് ഡി പൈ ഓഫ് വൈ ഈക്വൽ ടു പൈ ഇൻവേഴ്സ് ഓഫ് വൈ ഫോർ എനി എക്സ് കോമ വൈ ബിലോങ്സ് ടു Z26 വേർ പൈ ഇൻവേഴ്സ് ഈസ് ദി ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ടു പൈ. അതായത് Z26ലെ ഏതൊരു സിമ്പിൾ എക്സ് ചൂസ് ചെയ്താലും പൈ എന്നുള്ള പെർമ്യൂട്ടേഷൻ ഫംഗ്ഷൻ്റെ അണ്ടറിൽ എക്സിൻ്റെ ഇമേജ് എന്താണോ അതാണ് ഈ പൈ ഓഫ് എക്സ്. ഒരു ഫൈനൈറ്റ് സെറ്റിലെ പോസിബിൾ ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷൻ പെർമ്യൂട്ടേഷൻ്റെ കോമ്പോസിഷൻ്റെ അണ്ടറിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ നമ്മൾ ചൂസ് ചെയ്ത പെർമ്യൂട്ടേഷൻ പൈക്ക് ആ ഗ്രൂപ്പിൽ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അത് ഫൈ ഇൻവേഴ്സ് ആണെന്ന് വിചാരിക്കുക. പൈ ഇൻവേഴ്സും Z26ലെ സിമ്പിൾസിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ ആയിരിക്കും. ദെൻ ഡീക്രിപ്ഷൻ കീ ഡി പൈ താഴെ പറയുന്നത് പോലെ ഡിഫൈൻ ചെയ്യുന്നു. ഫോർ എനി വൈ ബിലോങ്സ് ടു Z26 ഡി പൈ ഓഫ് വൈ ഈക്വൽ ടു പൈ ഇൻവേഴ്സ് ഓഫ് വൈ. അതായത് ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ പൈ ഇൻവേഴ്സിൻ്റെ അണ്ടറിൽ വൈയുടെ ഇമേജ് എന്താണോ അതാണ് ഡി പൈ ഓഫ് വൈ. Z26ലെ മെമ്പേഴ്സ് 0 മുതൽ 25 വരെയുള്ള ഇൻറ്റിജേഴ്സാണ്. നമ്മൾ കൂടുതലായിട്ടും പ്ലെയിൻ ടെക്സ്റ്റുകളിൽ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആയതുകൊണ്ട് ഈ 26 ഇൻറ്റിജേഴ്സിൻ്റെ പെർമ്യൂട്ടേഷൻസിന് പകരം A to Z ലെറ്റേഴ്സിൻ്റെ പോസിബിൾ പെർമ്യൂട്ടേഷൻസ് കീ സ്പേസ് ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറിൽ ആൽഫബറ്റിക് ക്യാരക്ടേഴ്സിൻ്റെ പെർമ്യൂട്ടേഷൻസ് എടുക്കുന്നതാണ് കൂടുതൽ കൺവീനിയൻറ്റ്. ഈ സൈഫർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. ആൽഫബറ്റിക് ക്യാരക്ടേഴ്സിൻ്റെ ഒരു പെർമ്യൂട്ടേഷൻ റാൻഡമായിട്ട് ചൂസ് ചെയ്യുന്നു. അതിനെ പൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ മുൻപ് ചെയ്തിരുന്നത് പോലെ പ്ലെയിൻ ടെക്സ്റ്റ് ക്യാരക്ടേഴ്സിനെ ലോവർ കേസിലും സൈഫർ ടെക്സ്റ്റ് ക്യാരക്ടേഴ്സിനെ അപ്പർ കേസിലുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ചൂസ് ചെയ്ത പെർമ്യൂട്ടേഷൻ പൈ ഇതുപോലെയാണെന്ന് അസ്യൂം ചെയ്യുക. എയുടെ ഇമേജ് എക്സ്, ബിയുടെ ഇമേജ് എൻ, സിയുടെ ഇമേജ് വൈ, ഡിയുടെ ഇമേജ് എ, ഇയുടെ ഇമേജ് എച്ച്, എഫിൻ്റെ ഇമേജ് പി, ജിയുടെ ഇമേജ് ഒ, എച്ചിൻ്റെ ഇമേജ് ജി, ഐയുടെ ഇമേജ് സെഡ്,
ജെയുടെ ഇമേജ് ക്യൂ, കെയുടെ ഇമേജ് ഡബ്ല്യു, എല്ലിൻ്റെ ഇമേജ് ബി, എമ്മിൻ്റെ ഇമേജ് ടി, എന്നിൻ്റെ ഇമേജ് എസ്, ഒയുടെ ഇമേജ് എഫ്, പിയുടെ ഇമേജ് എൽ, ക്യൂവിൻ്റെ ഇമേജ് ആർ, ആറിൻ്റെ ഇമേജ് സി, എസിൻ്റെ ഇമേജ് വി, ടിയുടെ ഇമേജ് എം, യുവിൻ്റെ ഇമേജ് യു തന്നെ, വിയുടെ ഇമേജ് ഇ, ഡബ്ല്യുവിൻ്റെ ഇമേജ് കെ, എക്സിൻ്റെ ഇമേജ് ജെ, വൈയുടെ ഇമേജ് ഡി ആൻഡ് സെഡിൻ്റെ ഇമേജ് ഐ. എയുടെ ഇമേജ് എക്സ് ആയതുകൊണ്ട് ഇ പൈ ഓഫ് എ ഈക്വൽ ടു എക്സ്, ബിയുടെ ഇമേജ് എൻ ആയതുകൊണ്ട് ഇ പൈ ഓഫ് ബി ഈക്വൽ ടു എൻ ആൻഡ് സോ ഓൺ. ഇവിടെയുള്ള ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ പെർമിറ്റേഷൻ പൈയുടെ ഇൻവേഴ്സ് പെർമിറ്റേഷൻ ആണ്. അത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതിന് മുകളിൽ പറഞ്ഞ ടേബിളിലെ റോസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അതുപോലെ ഫസ്റ്റ് റോ ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് പെർമിറ്റേഷൻ കിട്ടും. പെർമ്യൂട്ടേഷൻ പൈയുടെ അണ്ടറിൽ ലെറ്റർ എയുടെ ഇമേജ് എക്സ് ആയിരുന്നു. സോ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനിൽ എക്സിൻ്റെ ഇമേജ് എ ആയിരിക്കും. പെർമ്യൂട്ടേഷൻ പൈയുടെ അണ്ടറിൽ ഡിയുടെ ഇമേജ് ആയിരുന്നു എ. സോ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനിൽ എയുടെ ഇമേജ് ഡി ആയിരിക്കും. പൈയിൽ എല്ലിൻ്റെ ഇമേജ് ആയിരുന്നു ബി. സോ പൈ ഇൻവേഴ്സിൽ ബിയുടെ ഇമേജ് എൽ. ഇതുപോലെ ബാക്കി എല്ലാ ലെറ്റേഴ്സിൻ്റെയും ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ്റെ അണ്ടറിലുള്ള ഇമേജസ് ഇവിടെ തന്നിട്ടുണ്ട്. ഡി പൈ ഓഫ് എ ഈക്വൽ ടു ഡി, ഡി പൈ ഓഫ് ബി ഈക്വൽ ടു എൽ, ഡി പൈ ഓഫ് സി ഈക്വൽ ടു ആർ ആൻഡ് സോ ഓൺ. ദെൻ ഈ ഡീക്രിപ്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഒരു സൈഫർ ടെക്സ്റ്റ് നമുക്ക് ഡീകോഡ് ചെയ്ത് നോക്കാം. കൺസിഡർ ദി സൈഫർ ടെക്സ്റ്റ് എം ജി ഇസഡ് വി വൈ ഇസഡ് എൽ ജി എച്ച് സി എം എച്ച് ജെ എം വൈ എക്സ് എസ് എസ് എഫ് എം എൻ എച്ച് എ എച്ച് വൈ സി ഡി എൽ എം എച്ച് എ. മുകളിൽ പറഞ്ഞ ടേബിൾ യൂസ് ചെയ്ത്, അതായത് പൈ ഇൻവേഴ്സിൻ്റെ ടേബിൾ യൂസ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന സൈഫർ ടെക്സ്റ്റിൽ നിന്നും പ്ലെയിൻ ടെക്സ്റ്റ് ഡീക്രിപ്റ്റ് ചെയ്തെടുക്കാം. ഡി പൈ ഓഫ് എം ഈക്വൽ ടു ടി, ഡി പൈ ഓഫ് ജി ഈക്വൽ ടു എച്ച്, ഡി പൈ ഓഫ് ഇസഡ് ഈക്വൽ ടു ഐ, ഡി പൈ ഓഫ് വി ഈക്വൽ ടു എസ്, ഡി പൈ ഓഫ് വൈ ഈക്വൽ ടു സി, ഡി പൈ ഓഫ് ഇസഡ് ഈക്വൽ ടു ഐ, ഡി പൈ ഓഫ് എൽ ഈക്വൽ ടു പി, ഡി പൈ ഓഫ് ജി ഈക്വൽ ടു എച്ച്, ഡി പൈ ഓഫ് എച്ച് ഈക്വൽ ടു ഇ, ഡി പൈ ഓഫ് സി ഈക്വൽ ടു ആർ, ഡി പൈ ഓഫ് എം ഈക്വൽ ടു ടി, ഡി പൈ ഓഫ് എച്ച് ഈക്വൽ ടു ഇ, ഡി പൈ ഓഫ് ജെ ഈക്വൽ ടു എക്സ്, ഡി പൈ ഓഫ് എം ഈക്വൽ ടു ടി, ഡി പൈ ഓഫ് വൈ ഈക്വൽ ടു സി, ഡി പൈ ഓഫ് എക്സ് ഈക്വൽ ടു എ, ഡി പൈ ഓഫ് എസ് ഈക്വൽ ടു എൻ, again d pi of s equal to n, d pi of f equal to o, d pi of m equal to t, d pi of n equal to b, d pi of h equal to e, d pi of a equal to d, d pi of h equal to e, d pi of y equal to c, d pi of c equal to r, d pi of d equal to y, d pi of l equal to p, d pi of m equal to t, d pi of h equal to e and d pi of a equal to d. So plain text ഇതാണ്. This cipher text cannot be decrypted. ഇതുപോലെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ അപ്ലൈ ചെയ്യുന്നത്. 26 സിമ്പിൾസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പെർമിറ്റേഷൻസ് 26 ഫാക്ടോറിയൽ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സോ കീ സ്പേസിൽ 26 ഫാക്ടോറിയൽ ഡിഫറെൻറ്റ് കീസ് ഉണ്ട്. അത് വളരെ വലിയൊരു നമ്പർ ആയതുകൊണ്ട് എക്സോസ്റ്റിക് കീ സെർച്ച് ഇൻഫീസിബിൾ ആയിരിക്കും. ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്താലും എക്സോസ്റ്റിക് കീ സെർച്ച് ഇൻഫീസിബിൾ ആയിരിക്കും. ബട്ട് മറ്റൊരു മെത്തേഡ് യൂസ് ചെയ്ത് ഈ ക്രിപ്റ്റോ സിസ്റ്റത്തിൽ ഈസി ആയിട്ട് ക്രിപ്റ്റ് അനാലിസിസ് നടത്തുവാൻ സാധിക്കും. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും.